അതുപോലെ തന്നെയാണ് ഈ സ്വാലിഹീദിൽ, അതായത് ഒരുപക്ഷെ സ്വാലിഹീദ് പറയുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് അതായത് എങ്ങനെയാണ് ഇതിൽ നിന്നും അല്ലെങ്കിൽ മാറി വരാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അതൊരു പക്ഷേ ആ ഒരു മനോനിലയൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് മാറാൻ കഴിയുന്നുള്ളതാണ്. എങ്ങനെയാണ് അതൊരു മാറി വരാൻ കഴിഞ്ഞത്? അതന്നെ ഒന്ന് പറഞ്ഞത്, അന്ന് മജിസ്ട്രേറ്റ്, ഞങ്ങൾ ഒറ്റപ്പാലത്തുണ്ടായിരുന്ന മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടുള്ള സംസാരം ഒന്ന്. അതേപോലെ തന്നെ ഞങ്ങളെ കൂട്ടി നിർത്തിയ കുറച്ച് ആളുകളുണ്ട്. എൻ്റെ അഡ്വക്കേറ്റ് ആഷിം ചെറുപ്പശ്ശേരി, അതുപോലെ തന്നെ എൻ്റെ ഖലീഫ എന്ന് പറയും, നിസാർ എന്ന് പറയും, അവരൊക്കെ അവിടുത്തെ മാഷന്മാരാണ്, നാട്ടിലത്തെ മാഷന്മാരാണ്. അവരുടെ സ്നേഹം, അവരെല്ലാവരും കൂടി ഞങ്ങളെ കൂട്ടിപ്പിടിച്ചതുകൊണ്ടാണ്. കാരണം എൻ്റെ ഉമ്മ, കാരണം എൻ്റെ ഉപ്പാക്ക് നേരെ അത്രയും ആക്രമണം, ഞങ്ങൾ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് എൻ്റെ ഉപ്പ അത്രയും ഞങ്ങൾ ചേർത്ത് പിടിച്ചു. അതൊക്കെയല്ലേ, കാരണം സ്നേഹം കൊണ്ട് തന്നെയാണ് നമുക്ക് എന്തിനും കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ എന്നറിയാം. അതൊരു സത്യമാണ്. അത് എത്ര വലിയ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിലും സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോകും. അത് ആ രീതിയിൽ തന്നെയാണ് അത് മാറ്റാനും കഴിയുള്ളൂ. അതെ, സ്നേഹം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പം ഞാനൊന്നും ഒരു ദിവസം പോലും ഒരു DIDC സെൻ്ററിൽ ഞാൻ കടന്നിട്ടില്ല. ഞങ്ങൾ 12 പേരും കടന്നിട്ടില്ല. ഞങ്ങളെടുത്തൊരു തീരുമാനം അന്നു മുതൽ ഇന്ന് വരെ 6 വർഷത്തിന് ശേഷവും അന്നു മുതൽ ഇന്ന് വരേക്കും ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഞങ്ങളെടുത്ത് ഉറച്ചൊരു വിശ്വാസമാണ്, ഞങ്ങൾ തൊടില്ല, ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നത് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോഴത്തെ ഈ നിലവിലെ ഈ ഒരു സംഭവങ്ങളെ കാണുമ്പോൾ വേദന തോന്നാറുണ്ടോ? നിലവിൽ സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം എനിക്കിപ്പോൾ ഇത് മീഡിയകൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. ഇത്രയും ചാനലുകാർ വന്നു, ഇത്രയും ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വെക്കുന്നുണ്ട്. കാരണം ഞാൻ കാരണം കൊണ്ട് ഒരാളെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട, കാരണം എനിക്കിതുകൊണ്ട് സാമ്പത്തികമായിട്ട് എനിക്കിതുകൊണ്ട് ഉപകാരമില്ല. എൻ്റെ ലൈഫിന് നല്ല രൂപത്തിൽ ഈ പറയുന്നത് കൊണ്ട് എൻ്റെ ലൈഫിനെ നല്ല രൂപത്തിൽ ബാധിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരാളെങ്കിലും ഒരാൾ, കാരണം ഇത്രയും ഉമ്മാരും ഉപ്പാരും വിളിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും വിളിച്ചിട്ട് കരയുമ്പോൾ അത് എനിക്ക് സങ്കടം വരുന്നത്. കാരണം ഒരു സമയത്ത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും കരഞ്ഞതിന് തുല്യമാണ്. കാരണം അവരെ സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്കെന്തായാലും ഇതിൽ ഈ മീഡിയകൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു പക്ഷെ നാളെ എൻ്റെ ജീവൻ ഇല്ലാതാവും, അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ചിലപ്പോൾ ഒരു റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായി മാറും ഞാൻ. അവസാനം അത്രയും പ്രശ്നത്തേക്ക് ഞാൻ എത്തുന്നില്ലേക്ക് ഉറപ്പാണ്. പക്ഷെ എന്നിട്ടും അത് എൻ്റെ ഒരു ജീവിതം പോയാലും കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ ഇത്രയും ആളുകളുണ്ട്, അവരൊക്കെ സ്നേഹിക്കുന്ന ആൾ, കാരണം അച്ഛനും അമ്മയും അല്ലേ ഏറ്റവും വലുത്. കാരണം എൻ്റെ ഉപ്പാക്ക് നേരെ അന്ന് ആ ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 4 വർഷമായി, 2-3 വർഷത്തിൻ്റെ പുറത്തായി, 4 വർഷത്തിനടുത്തായി. എന്നിട്ട് ആ ഉപ്പ എല്ലാത്തിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. കാരണം ഇപ്പം ഇന്നലെ കണ്ടില്ല, ഉമ്മാക്ക് നേരെ വിഷയം ഉണ്ടായി, ഉപ്പാക്ക് നേരെ പ്രശ്നം ഉണ്ടായി, അച്ഛന് നേരെ, അമ്മക്ക് നേരെ. ഉമ്മാക്ക് മകനെ പൂട്ടിയിട്ട് കിടക്കേണ്ട ഒരവസ്ഥ. എൻ്റെ മോനെ എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി തരാൻ പറ്റുമെന്ന് സ്വന്തം ഉപ്പ പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൂടെ. അവരെ പെങ്ങന്മാർ പറയാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. കാരണം അങ്ങനെയും കരഞ്ഞോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഗൾഫിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്ക് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കാതെ നമ്മൾ തിരിച്ചയച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടും അവരത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം തന്നെയല്ലേ. അവർ തിരിച്ചു വന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും ആളുകൾ ഓക്കെ ഉണ്ട്, പ്രശ്നമില്ല, ഏകദേശം ഈ പറയുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ കൊണ്ടൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ഈ ജനങ്ങളാണ് ശരിക്കും കാവൽക്കാരി എന്ന് അറിയില്ലേ, സത്യമാണ്. ജനങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തിക്കാൻ കഴിയും. കാരണം എൻ്റെ വായ മൂടിക്കെട്ടാൻ മാത്രമാണ് കഴിയുള്ളൂ. പക്ഷേ ഒരു പൊതുജനത്തിൻ്റെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ വായ അടക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ 12 പേര് ഇതിൽ നിന്നും മോചിതരായി വന്നു. നിങ്ങളൊരു നല്ലൊരു ജീവിതമല്ലേ ഇപ്പോൾ നയിക്കുന്നത്? തീർച്ചയായിട്ടും അത് ശരിക്കും എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നിയത് ഇപ്പോഴാണ്. കാരണം അന്ന് ഞാൻ ചെയ്തതിനുള്ളതൊക്കെ എനിക്ക് ഇത്രയും, കാരണം ഓരോ ഉമ്മാരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് കരഞ്ഞോട് സംസാരിക്കുമ്പോൾ തിരിച്ച് പിന്നീട് അവർ വിളിക്കുന്നത് സന്തോഷത്തോടു കൂടിയിട്ടാണ്. കാരണം അത്രയും മോശപ്പെട്ടൊരവസ്ഥയിൽ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വിളിക്കണം കേട്ടോന്ന്. കാരണം ഓരോ ഉമ്മാരും അച്ഛനും അമ്മയും പറയുമ്പോൾ അത്രയും വിഷമം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. രാത്രി ഉറക്കം ഒഴിച്ചിട്ട് വരും ഞാൻ അവർ വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ വിപത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മാക്സിമം വിമുക്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. മറ്റ് പ്രൈവറ്റായിട്ടുള്ളതുകൊണ്ട് കഴിയുന്നതും ഞാൻ വിമുക്തി തന്നെ ഞാൻ ചെയ്ത് ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. പ്രൈവറ്റായിട്ടുള്ളത് അത്രയും മോശപ്പെട്ട അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ വിടാറുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നതും വിമുക്തിയായിട്ട് പാലക്കാടുണ്ട്, കോഴിക്കോട് ജീന മാഡം എന്നിട്ടുള്ളൊരു മാഡം, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മളൊക്കെ ഒരുപക്ഷെ ഈ ലഹരി ഉപയോഗിക്കുന്ന മദ്യം അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്ന ഒരു സ്ഥിരം പല്ലവി കേട്ടിട്ടുണ്ടാവും. അതായത് ഇത് ഒരു പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിരം പല്ലവിയാണ്. അതായത് ഉപയോഗിച്ചവർക്ക് ഇതിൽ നിന്നും പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ അത് വെറും പല്ലവികൾ മാത്രമാണ് എന്നുള്ളതൊരു കാര്യം. അതിൻ്റെ ഒരു ജീവിക്കുന്ന, അതായത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുമൊക്കെ തന്നെ വളരെ മുക്തനാവാൻ കഴിയും, അത് മാറ്റി നിർത്താൻ കഴിയും എന്നൊരു ജീവിക്കുന്ന ഉദാഹരണമാണ് സ്വാലിഹ് എന്ന് പറയുന്നത്. സ്വാലിഹ് മാത്രമല്ല, സ്വാലിഹിനൊപ്പമുള്ള 12 സുഹൃത്തുക്കളുണ്ട്, മറ്റു ചില ആളുകളുണ്ട്. അപ്പോൾ ശ്രമം നടത്തുന്നു, ചേർത്ത് നിർത്തുന്നു. ഈ ആളുകളെ അകറ്റി നിർത്താതെ സമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ലഹരിയെ നമുക്ക് തുടച്ചു നിൽക്കാം എന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് സ്വാലിഹ് നൽകുന്നത്. ബേസിൽ ജോർജിനൊപ്പം തൃശ്ശൂരിൽ നിന്നും കെ അഖിൽ, മീഡിയ 1.